അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോവാണ്. എന്തായാലും നമുക്ക് നമ്മുടെ പിള്ളേരെ വെൽക്കം ചെയ്തിട്ട് വരാം. ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ്, ഹായ്. UGS ഗോൾഡ് ലോൺ മിസ്റ്റേക്ക് രാഗസ്, ഹായ്. ജഡ്ജസ്, ഹായ്. പാറു, ഹായ്. പ്രീ ക്വാർട്ടറിലെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. അപ്പോ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ അറിയും ആരൊക്കെയാണ് ഇനി നമ്മളുടെ കൂടെ ഉള്ള ഈ ഒരു ജേർണിയിൽ ക്വാർട്ടറിലേക്ക് പോകുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് അറിയും. ഓക്കെ, അപ്പൊ ആ ഒരു സെലക്ഷൻ പ്രോസസ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിലാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഒരു പെർഫോമൻസ് ബാക്കിയുണ്ട്. ഒരു ഭാഗ്യവാൻ അശ്വിൻ പാടിയിട്ടില്ല. അപ്പൊ അശ്വിന്റെ പെർഫോമൻസ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അതിനു മുന്നേ പ്രീ ക്വാർട്ടറിന്റെ ലാസ്റ്റ് എപ്പിസോഡ് അല്ലേ, സൂപ്പർ ഓർക്കസ്ട്ര റെഡി ആയി നിക്ക. ഇന്ന് അവരുടെ പെർഫോമൻസ് ഉണ്ട്. സിനിമയിലെ ഏതൊക്കെയോ സീനാലോചിച്ചു. അല്ല, ഇതിന്റെ സംഭവം വെച്ചാൽ ഇപ്പോഴും എവർഗ്രീൻ ആണെന്നുള്ളത് ഇപ്പൊ കേട്ടാലും ഫ്രഷ്. അതെ, സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പർ ആസ് ഓൾവേസ്. ഓക്കെ, അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. വിളിക്കട്ടെ ഞാൻ? ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അശ്വിൻ. चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। मिलन की मस्ती भरी आँखों में, हजारों सपने सुहाने लिए। हो चला जाता हूँ किसी की धुन में, धड़कते दिल के तराने लिए। ये मस्ती के नजारे हैं, तू ऐसे में संभलना कैसा, मेरी कसम। तू लहराती डगरिया हो, तू फिर क्यों ना चलो मैं बहका बहका रे। मेरे जीवन में ये शाम आई है, मोहब्बत वाले जमाने लिए। हो चला जाता हूँ किसी की धुन में, धड़क दे दिल के तराने लिए। वो आलम भी अजब होगा, वो जब मेरे करीब आएगी, मेरी कसम। कभी बैया चुड़ा लेगी, कभी हंस के गले से लग जाएगी। हाय मेरी बाहों में मचल जाएगी।
सच्चे झूठे बहाने लिए हो चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए बहारों में नजारों में नजर डालूं तो ऐसा लगे मेरी कसम वो नैनों में भरे काजल घूंघट खोले कड़ी है मेरे आगे रे शर्म से बोझल चुकी पलकों में जवारातों के फंसाने लिए हो चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए मिलन की मस्ती भरी आँखों में हजारों सपने सुहाने लिए हो चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए ला 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 हे 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 हो 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 हे 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 हो 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 ला 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 la 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 അരെ വാ സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ പാറു ആ നീ വന്നതിന് ശേഷം അവന് നിർത്താൻ തോന്നുന്നില്ല. ഇല്ല ഡാൻസോട് ഡാൻസ്. ആ, അശ്വിൻ എന്തോ എന്താ എന്നെ നോക്കി പാടാൻ തോന്നിയേ? ഇത്ര സൗന്ദര്യമുള്ളതുകൊണ്ട് ശരിക്കും ഒരു റെട്രോ സിനിമയുടെ ഒരു ഹീറോയിനെ പോലെ ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ കേറി വന്ന ഡാൻസ് ചെയ്തപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സ്റ്റാനിങ്. താങ്ക് യു. എന്തായാലും സൂപ്പർ സൂപ്പർ സൂപ്പർ. വെരി ഗുഡ്. ആ ടോണൊക്കെ മാറ്റി എന്തായിരുന്നു അശ്വിൻ അത്? വെള്ളി വെള്ളം കുഴപ്പമില്ല. ഓക്കെ ചോദിക്കാം നമുക്ക്. ഓക്കെ ശരത് സാർ சொல்லுங்க ശിവനെ കണ്ടിട്ട് ഒരു പോക്കറ്റ് അടിക്കാരൻ്റെ ലക്ഷണം. പക്ഷെ മോനെ ചക്കരെ ഊട്ടിയിലെ കുതിരക്കാരൻ. എടാ നന്നായിട്ട് പാടിയടാ, ആസ്വാദിച്ച് പാടി. അത് ഉഗ്രമായിരുന്നു. പിന്നെ യോഡ്ലിങ് അത് ഈസി ആയിട്ട് പറ്റത്തതേ ഇല്ല. അത് ഞങ്ങൾ കണ്ണുവെച്ച് നീ 2 തവണ നന്നായിട്ട് ചെയ്ത കണ്ണുവെച്ച് സത്യമായിട്ട് ഞാൻ എം ജി അണ്ണൊക്കെ ആ 3ാമത്തെ തൊട്ട് അതിന്റെ ഫലം ഉണ്ടായി. ഒരു ഇച്ചിരി ചിരി പോയി. ആ അത് കുഴപ്പമില്ല. പക്ഷെ മൊത്തത്തിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ, ഉഗ്രമായിരുന്നു. കാര്യം അത് ഒരു ഇടയ്ക്ക് ജയനൊക്കെ ആയല്ലോ. അങ്ങനെയാ തോന്നിയത്. ഷാറുഖ് ഖാൻ സാർ ഇങ്ങനെ അത് ഈ 2 കൈയും കൂടെ ആകുമ്പോ ജയനാവിടാ. അത് അല്ല അതുകൊണ്ട് ജയൻ സാറാ അത്. ഞാൻ അതാ ഉദ്ദേശിച്ച, പക്ഷെ 2 കൈ അങ്ങ് പോയി. അപ്പൊ അത് പാട്ടിലെ നടൻ ആരാണ്? രാജേഷ് ഖന്ന സാർ. ആ ഓ അത് അറിയാം. അല്ല നീ കണ്ടായിരുന്നു ഇത്? ആ മോനെ നല്ല എന്താ പറയുക ഒരു ചക്കര പാട്ട് നീ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ആകെ അത് കുറച്ചും കൂടെ പ്ലെയിനായിട്ട് അങ്ങ് മതി. ഈ പെൻഡ് കിട്ടൊന്നും ഇല്ലാതെ ഇരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു സുഖം കണ്ടേനെന്ന് തോന്നി. എന്റെ ഒരു വിബ്രാട്ടോ എല്ലാ किसी की धुन में धड़क दे दिल के तराने लिए. ഓ ആ ഓ പാടിയേ. ओ ആ അതെ ആ ബൃഹ ഇല്ലാതെ പാടേ. ആ അത് മതി. അത് ആദ്യം പാട്ട് പിന്നെ ബൃഹ ഇടാം. പക്ഷെ മൊത്തത്തില് ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. താങ്ക് യു സാർ. താങ്ക് യു. ഞാൻ അത് യൂഡ്ലിങ് ഒന്നും കൂടെ കേൾക്കണമെന്നുണ്ട്. അത് യൂഡ്ലിങ്ങിന് അത് ഈസി ആയിട്ട് പറ്റും. ഇദ്ദേഹത്തിന്റെ വേറെ പാട്ടുകളോട് അറിയാമോ? അത് ഒരു അത് ചുമ്മാ അദ്ദേഹം പാടും കൂളായിട്ട്. ജിന്ദഗി എക് സഫർ. വെരി ഗുഡ് വെരി ഗുഡ്. जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना. जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना.
അത് കൃത്യമായിട്ട് എത്തണോടാ. അത് ഒരു ഈസി ജോബല്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ വരും. എന്തൊക്കെയാലും ഒരു എന്താ പറയുക, ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നില്ല. എനിക്ക് നിന്നെ കാണാനും ഈ ജയൻ സാറിനെ കണ്ടത് സന്തോഷമാണ് കേട്ടോ. കാര്യം നമ്മുടെ ആളല്ലേ ജയൻ സാർ, അതും കണ്ടു. പക്ഷേ ഷാരൂഖ് ഖാനെ നമുക്ക് എവിടെയും കാണാൻ പറ്റിയില്ല. നീ ഉദ്ദേശിച്ച. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്താണെന്നറിയാം, ആ കണ്ണാടി എടുത്തിട്ട് കടിച്ച് എന്നിട്ട് അത് ഊറ്റ് തുറക്കാനും പറ്റിയില്ല. അല്ല, പിന്നെ 2 കൈ കൊണ്ടും പിടിച്ച് തുറന്നിട്ടാ വെച്ചത്. അതൊക്കെ എനിക്ക് ഇഷ്ടമായി. അതെന്താ കടിച്ചത്? സ്റ്റൈലില് തുറന്നതാ, പക്ഷെ കടിക്കുന്നത് സ്റ്റൈലായിട്ട്. ആക്രാന്തം വന്ന് കടിച്ചാണോ? ചിക്കനാണെന്ന് വിചാരിച്ചത്. കടിച്ച് സ്റ്റൈലായിട്ട് കടിക്കാൻ നോക്കിയ, പക്ഷെ കടിച്ചിട്ട് കൂടിപ്പോയി. അല്ല, നീ ഒന്ന് കടിച്ച് തുറക്കാവോ അത് സ്റ്റൈലായിട്ട്? നോക്കട്ടെ. ഇപ്പൊ നല്ലതായിരുന്നു. മറ്റേ കടിച്ച് പാതി വഴിക്ക് പിന്നെ 2 കൈ കൊണ്ട് പിടിച്ച് തുറന്ന് അതൊരു മഹാവൃത്തികേടായി. പക്ഷെ പാട്ട് നീ കലക്കിയിടാ, അതല്ലേ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട. പിന്നെ നിന്റെ ഈ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. എനിക്ക് കുറെ ഇഷ്ടമായിടാ ചക്കരെ. ലവ് യു. താങ്ക് യു സർ. സർ സെലക്ഷന് ഒരു വലിയ കൈഡി. താങ്ക് യു സർ. സൂപ്പറായിട്ട് പാടിയതിന് അടുത്ത കൈഡി. താങ്ക് യു സർ. യോഡ്ലിംഗ് അല്ലേ, അത് ഗംഭീരമായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം പോയി, അതിനൊരു 3/4 കൈഡി. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോനെ, നിന്റെ ആക്ഷൻസും ബാക്കി എല്ലാം. പിന്നെ ലാസ്റ്റിൽ ആ പാറുവിനെ അങ്ങോട്ട് വന്നത് മാത്രം ഞങ്ങൾക്ക് ഇവിടെ 3 പേർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് ശരിയല്ല. കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടു, പിന്നെ അവിടെ അങ്ങ് നിന്നങ്ങ് അത് ഇഷ്ടമായില്ല. അതെന്താ? അത് 3 പ്രാവശ്യം പാടുന്നതിന് അവന് 7 പ്രാവശ്യം പാടി. ഞാൻ വന്ന സന്തോഷത്തിൽ പാടിയതാ. അപ്പൊ അതിന് കയ്യടി ഇല്ല. സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോ. എനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ സ്നേഹ ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ യശേണ്ണും സ്നേഹ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ എനിക്ക് കുറെ പാട്ടിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഹിന്ദി സോങ്സ്. അപ്പോൾ എനിക്ക് യശേട്ടൻ കുറെ പാട്ട് പറഞ്ഞു തന്നു, അതിനകത്ത് ഈ പാട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്നേഹ ചേച്ചി എനിക്ക് ഈ പാട്ട്. ഓ, എന്തൊരു കോയിൻസിഡൻസ്. ഇതിനകത്തൊന്നും പറയാനില്ല മോനെ. ഇപ്പൊ പറയേണ്ട ആ ഒരു വിബ്രേറ്റോ അത് ഈ പാട്ടിന് ആവശ്യമാണ്. അത് കുഴപ്പമില്ല, അത് നോക്കിക്കൊണ്ടാ മതി കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഷാനിക്ക, ഈ യോഡ്ലിംഗ് എന്ന് പറയുന്നത്, പിച്ചിൽ വീഴ്ത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ യോഡ്ലിംഗ് പിച്ചിൽ വീഴുക എന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത് അശ്വിന്റെ കാര്യമല്ല, ആ സമയത്ത് കിഷോർദ ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് ഒറ്റ ടേക്ക് പരിപാടിയാണല്ലോ. അപ്പൊ അങ്ങേര് ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം യോഡ്ലിംഗിൽ പിച്ച് പെർഫെക്റ്റ് ആയിട്ട് പാടുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. അതിപ്പോൾ ലൈവില് അശ്വിൻ ചെയ്തു. കുറേ ഭാഗങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കിഷോർദ പാടിയത് രാജേഷ് ഖന്ന സാറിന് വേണ്ടിയിട്ടാണ്. ഇതും അങ്ങേർക്ക് വേണ്ടിയിട്ട് പാടിയ ഒരു പാട്ടാണ്. അപ്പം എന്തായാലും അശ്വിൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഹോൾ ആക്ട്. ആ ഒരു കണ്ണട കടിച്ചു പറിച്ച് എടുത്തതും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി അശ്വിൻ, എനിക്ക് ബച്ചൻ സാബിനെ ഓർമ്മ വന്നു ഈ ഡ്രസ്സ് കണ്ടപ്പോ. നല്ല രസമുണ്ടടാ. നിനക്ക് ഹൈറ്റ് കൂടെ ഉള്ളതുകൊണ്ടേ നല്ല അങ്ങനത്തെ ഒരു ഫീല് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളെ എല്ലാവരും എന്റർടൈൻ ചെയ്തു. ഉഗ്രൻ. എനിക്ക് സത്യം പറഞ്ഞാൽ പാറു പറയാതിരിക്കാൻ വയ്യ. മോള് നടന്നു വന്ന സമയത്ത് വന്നിട്ട് ആ ഡാൻസ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ആ റെട്രോ, യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. സൽവാറില് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ആ പാട്ടിന്റെ കൂടെ അത് ചേർന്നു. പിന്നെ അവന്റെ ഡ്രസ്സിലും അതിനൊരു മാച്ചിങ് ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എത്ര പാട്ടുകൾ സാർ പറഞ്ഞ പോലെ കിഷോർദായും പിന്നെ ആശാജി ഇവരുടെ കോമ്പിനേഷനിൽ എത്ര പാട്ടുകൾ വന്നിരിക്കുന്നു. ഇതില് മോന്റെ ആ യോഡ്ലിംഗ് അസാധ്യം. സൂപ്പറായിരുന്നു. ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ തെറ്റല്ലേ, ലാസ്റ്റിൽ മാത്രം ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയി, ദാറ്റ്സ് ഓക്കെ. പക്ഷെ എന്നാലും ഉഗ്രൻ പെർഫോമൻസ്. എനിക്ക് ഈ 2 പേരുടെ ഇത് ഇങ്ങനെ നിൽക്കുന്ന മറ്റേ സ്റ്റെപ്പൊക്കെ ചെയ്ത് കണ്ടതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം, ഞാൻ ഇതേ ഒരു സ്റ്റൈലിലുള്ള RD ബർമൻ സാബിന്റെ ഒരു ആശാജി ആൻഡ് കിഷോർദ, നമ്മുടെ ട്രിബ്യൂട്ട് അവർക്ക് 2 പേർക്കും അല്ലേ, അവരുടെ 2 പേരുടെ ഉള്ള ഒരു പാട്ടിന്റെ ഒരു 4 വരി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. ഫോർ പാറു ആൻഡ് അശ്വിൻ. എൻ്റെ കൂടെ
യശ് ജോയിൻ ചെയ്യും. യശിന് ഈ പാട്ട് അറിയോ? ഓ സാഥി ചൽ. യശ് ഓ ആണോ? ഞാനാണോ? You know that song? ലിറിക്സ് നോക്കി പാടും. हवा के साथ साथ घटा के संग संग, हवा के साथ साथ घटा के संग संग, ओ साथी चल मुझे लेके साथ चल तू, ले हाथों में हाथ चल तू, संभल मेरे साथ चल तू, ले हाथों में हाथ चल तू, ओ साथी चल मुझे लेके साथ चल तू, यूं ही दिन रात चल तू, संभल मेरे साथ चल तू, यूं हाथों में हाथ चल तू, ओ साथी चल. നൈസ് നൈസ് നൈസ്. താങ്ക് യു പാറു ആൻഡ് താങ്ക് യു അശ്വിൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗോഡ് ബ്ലെസ് യുടാ. Thank you, ma'am. കലക്കി. താങ്ക് യു മാം. ഓക്കെ, മാറ്റി വെക്കാം. ഓക്കെ ശരത് സർ. ചക്കരെ സാർ 9.8 മാർക്സ്. ഓ താങ്ക് യു സർ. എം ജി സർ. 2 പോയിന്റാണ്. ഒന്നാ യോഡ്ലിങ്ങിൽ ഒരെണ്ണം പോയി, 1 മാർക്ക് പോയി. ആ വിബ്രാറ്റോ ഇല്ല, 1 മാർക്ക് പോയി. ബാക്കി എത്ര? 9.8. താങ്ക് യു സർ. ഷാനിക്ക. അശ്വിൻ സാർ. ഒട്ടും കുറയ്ക്കുന്നില്ല. ഓക്കെ അശ്വിൻ, I am proud of you. താങ്ക് യു മാം. താങ്ക് യു. Okay, so total 19.6. Super. Super. Judges, അങ്ങനെ അശ്വിന്റെ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ഈ ഒരു ലാസ്റ്റ് പെർഫോമൻസ് അവൻ തകർത്തു. നല്ല മാർക്സ് വാങ്ങിയിട്ടുണ്ട്. ഹാ എം ജി സർ, ശരത് സർ, നമ്മൾ ബാക്കി വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ 2 എപ്പിസോഡിന് മുന്നേ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. എന്താണ്? സ്കോർ ബോർഡ്. പ്രേക്ഷകര് വെയിറ്റ് ചെയ്തിരിക്കും, ഒന്ന് വേഗം കാണിക്കുമെന്നാണ് അവരിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് ആണോ UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ് ആണോ മുന്നിൽ നിൽക്കുന്നേന്ന്. ഈ സ്കെഡ്യൂളിലെ നമ്മുടെ ഈ പ്രീ ക്വാർട്ടറിലെ അമൃതവേണിയുടെ പണപ്പെട്ടി ഏത് ടീമാണ് കൊണ്ടുപോകുന്നതെന്ന്. ഓക്കെ, യെസ്, കാണാം. ആർക്കും വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ. ഓക്കെ, കാണാം നമുക്ക്. റെഡി? ഓക്കെ, അപ്പൊ സ്കോർ ബോർഡ് പ്ലീസ്. Mystic Ragas 591.1 and Magic Beats 582. Good. അപ്പോ ഇത്തവണ അമൃതവേണിയുടെ പണപ്പെട്ടി ലഭിച്ചിരിക്കുന്നത് UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ്. Superb, superb. Very good. Proud of Good you job, guys. guys. Good job. ഉഗ്രൻ, ഉഗ്രൻ, ഉഗ്രൻ. Good job. നൈസ് നൈസ്. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. താങ്ക് യു പാറു. ഓ, ഇനി നമ്മൾ പ്രീ ക്വാർട്ടർ കഴിഞ്ഞു, ക്വാർട്ടറിലേക്ക് കേറുകയാണല്ലോ. സീരിയസ് ആണ്. ഇനി ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു നമ്മളെ ഗ്രൂപ്പ്, നല്ല അടിപൊളിയായിരുന്നു. മാജിക് ബീറ്റ്സ് ആൻഡ് മിസ്റ്റിക് രാഗാസ്. ഓക്കെ, അപ്പൊ ഇനി എലിമിനേഷൻ വേണോ? വേണം സാർ. നമുക്ക് ഇനി ക്വാർട്ടറിലേക്ക് പോകണമെങ്കിൽ എലിമിനേഷൻ നടത്തിയേ പറ്റുള്ളൂ. കാരണം സൂപ്പർ സ്റ്റാറിനെ ആണല്ലോ നമ്മൾ നോക്കുന്നത്. പ്രോസസ്സാണ്. അതെ, സെലക്ഷൻ പ്രോസസ്. അതെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോവാം. യെസ് എല്ലാരെയും വിളിക്കാം. യെസ്. ഓക്കെ, അപ്പൊ എല്ലാരും എത്തി. ഇനി നമുക്ക് ആ ടോപ്പ് 5. നമ്മളിപ്പോ ഡ്രാമയൊന്നും ഇല്ലല്ലോ. ടോപ്പ് 6. വലിയ ഡ്രാമ, ഡ്രാമയുടെ ആവശ്യമില്ല. അപ്പൊ ടോപ്പ് 6 ആണ് അല്ലേ? കാര്യം 2 പേർക്ക് ഒരേ മാർക്കുണ്ട്. ഓക്കെ, അപ്പൊ 5th പൊസിഷൻ. അശ്വിൻ. चला जाता हूँ किसी की धुन में, धड़क दे दिल के तराने में. സഞ്ജയ്. तू बड़ी माशाअल्लाह. നമ്മുടെ സ്കൂൾ കുട്ടികൾ. ഇവർക്ക് 2 പേർക്കും ഒരേ മാർക്ക്. പിള്ളേര് ഒരേ മാർക്ക് കേട്ടോ. 83.8. ഓ, ഒരേ മാർക്ക്. സഞ്ജയ്, കഴിഞ്ഞ തവണ ടോപ്പ് 1 ആയിരുന്നില്ലേ? എന്ത് പറ്റി? ഇത്തവണ എന്തോ
ആ ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ തൃപ്തി. ഇനി സഞ്ജയ് സാറേ പറഞ്ഞാ മതി ഫൈനലിലെ പാക്കലാന്ന്. ആ അശ്വിൻ എന്തോ അശ്വിൻ ആ 8.8 വന്നപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇന്നത്തെ ഇവന്റെ ആ ലാസ്റ്റ് പെർഫോമൻസ് അത് 9.8 പോയി. അതിലാണ് അശ്വിന്റെ ആ ഒരു തലവര മാറിയത്. സത്യം. അല്ലേ, ഭയങ്കര ടെൻഷനായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഫസ്റ്റിലെ പെർഫോമൻസ് തന്നെ പാളി നിറഞ്ഞപ്പോഴത്തേക്കിനും തന്നെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പിന്നെ എങ്ങനെയും 2 പെർഫോമൻസ് ഉണ്ടല്ലോ അതിനെ പിടിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ലാസ്റ്റ് ആ ഒരു പെർഫോമൻസ് ഈ രണ്ടിന്റെയും കൂടെ ചേർത്ത് പിടിക്കണം പെർഫോമൻസ് കഴിഞ്ഞപ്പോ സംതൃപ്തനായോ? സംതൃപ്തനാണ്. ഉള്ള മാർക്ക് മുഴുവൻ കൊണ്ടുപോയില്ല അശ്വിനെ. അശ്വിനെ നീ അടിപൊളി സിംഗറാണ് അശ്വിനെ. ഉഗ്ര പാട്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് രണ്ടുപേർക്കും. പക്ഷെ ഇത് എല്ലാവർക്കും ഉള്ള ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജയ് നമ്പർ 1 ആയിരുന്നു. ഇപ്പൊ എന്താ 5th പൊസിഷൻ ഒരാളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തും സംഭവിക്കാം. നിങ്ങളുടെ പെർഫോമൻസിലാണ് ഇതെല്ലാം കിടക്കണം. ഓക്കെ, അപ്പൊ ഇനി 4th പൊസിഷൻ. യെസ്, അത് ആന്തമുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് സ്വന്തമായിട്ട്. ശിവനന്ദ. ശിവനന്ദേ, കുറെ സന്തോഷം. 83.9 മാർക്സ്. കഴിഞ്ഞ ടോപ്പ് 5 ഉണ്ടായോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഏത് പൊസിഷൻ ആയിരുന്നു? കഴിഞ്ഞ തവണ 5th പൊസിഷനിൽ. ഇപ്പൊ 4th ആയി. വെരി ഗുഡ്, വെരി ഗുഡ്. ഉണ്ട്. അല്ലേ ശിവനന്ദയുടെ മാർക്സ് എന്ന് പറയുന്നത് സഞ്ജയുടെയും അശ്വിൻ്റെതും 83.8 ആണെങ്കിൽ ശിവനന്ദയുടേത് 83.9. ഓ, അതാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ, നെല്ലോലക്കന വ്യത്യാസങ്ങളാണ്. പേടിക്കരുത്. അടുത്തത് ഓക്കെ, 3rd പൊസിഷൻ. 3rd പൊസിഷൻ തേജസ്. കഴിഞ്ഞ ടോപ്പ് 5 ഉണ്ടായോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതെ, യെസ്. ഗുഡ്. തേജസ്, സംഭവം ശരിയാണ്. 4th നിന്ന് 3rd എത്തി. പ്രോഗ്രസ് ഉണ്ട്. പക്ഷെ ഈ എന്ന് പറയുന്ന ഒരു സംഭവം മാറ്റണം. നമ്മൾ ഇത് എത്ര പേരുണ്ട്, നല്ല ജിൽജിലായിട്ട് നിൽക്കണം. അതെ, ഓക്കെ ആണോ? ഓക്കെ സാർ. സെറ്റ്. അപ്പൊ തേജസിന് കിട്ടിയിരിക്കുന്നത് 84. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. താങ്ക് യു. ഓക്കെ, 2nd പൊസിഷൻ. 2nd പൊസിഷൻ. ഒരുപാട് സ്നേഹത്തോടെ സ്നേഹ സ്നേഹ ഓൾറെഡി ഡയറക്ട്ലി ഇന്നാണ് ക്വാർട്ടറിലേക്ക്. മാർക്ക് ബേസിസിൽ നമ്മൾ 2nd പൊസിഷനിൽ പ്ലേസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കൺഗ്രാറ്റ്സ്. സ്നേഹക്ക് ഇത് വിഷയമേ അല്ല. കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. എത്ര മാർക്കാണ് സ്നേഹക്ക് ചേട്ടാ കിട്ടിയിരിക്കുന്നത് 86.3. വെരി ഗുഡ്. കൺഗ്രാറ്റ്സ് സ്നേഹ. താങ്ക് യു സാർ. ടോപ്പ് 2 എന്നുള്ള നിലയിൽ എന്താണ് ഇവരോടൊക്കെ പറയുന്നത്? മൊഴിയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടോപ്പ് 5 ഇല്ലായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ടോപ്പ് 2 പെട്ടെന്ന് ഇങ്ങനെ വരും അങ്ങനെ ഒന്നും. പിന്നെ ഗോൾഡൻ മൈക്ക് കിട്ടിയതൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒത്തിരി ലക്കിയാണ്. ഇങ്ങനത്തെ ഒരു വേദിയിൽ ഇങ്ങനെ എസ്റ്റീംഡ് ജഡ്ജസിന്റെ മുന്നേ ഇത്ര പാടിയിട്ട് ഇങ്ങനെ സ്റ്റാൻഡിങ് ഒവേഷനും കിട്ടിയത് അത് ഭയങ്കര ദൈവാനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. നീ നന്നായിട്ട് പാടി, അതുകൊണ്ടാ. അത് ദൈവാനുഗ്രഹം കൊണ്ടാ. ഇനിയും ഇതുപോലെ നന്നായി പാടാം. ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോ ഞാനത് തന്നെ തുടരും. പിന്നെ കുറെ താങ്ക്സ് പറയാനുണ്ട് എൻ്റെ അമ്മ അച്ഛനും പിന്നെ ദൈവത്തിനോടും പിന്നെ ഗ്രൂമേഴ്സ്. നമ്മുടെ ഗ്രൂമേഴ്സ് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. രൂപേഷ് സാറും രജി മാമും. അപ്പോൾ അവരോടൊക്കെ ബിഗ് താങ്ക്സ്. അറിയാം നമുക്ക് ഓൾറെഡി ഒരാൾ ഓൾറെഡി ഇന്നായിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ സീനിയറിൽ ഈ പ്രീ ക്വാർട്ടറിലെ ടോപ്പ് 1.
ഞാൻ അദ്ദേഹത്തോട് ഇതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മിക്കവാറും ടോപ്പ് 3 ഉണ്ടാവും Yes. എന്നുള്ള കാര്യം. And that is യശ്. Congrats, യശ്. യശേ കൺഗ്രാറ്റ്സ്. കുറേ സന്തോഷം യശേ. സലാം. യശും ഓൾറെഡി ഡയറക്ട്ലി ഇന്നാണ്. അതെ, അതെ. അല്ല, അത് മാത്രമല്ല, യശ് ഒരു സമയത്ത് വളരെ താഴെ പോയതാ. യശ് danger zone ൽ വന്നതാണ്. ഡേഞ്ചർ സോണിൽ വന്നാണ്. അല്ല, യശിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടത്, നമ്മളെല്ലാവരും കണ്ടത്, യശ് ഫോക്കസ്ഡ് ആണ്. അതെ, focus. ഭയങ്കര ഭയങ്കര focused ആണ്. ഫോക്കസാണ് എപ്പോഴും. ആ ഫോക്കസ് പോകാതിരിക്കട്ടെ. യശിന്റെ മാർക്സ് എന്ന് പറയുന്നത് 88.9. ഓ, Very good, very good. നല്ല ഡിഫറൻസ് ആണ്. അതായത് ടോപ്പ് 5 5th പൊസിഷനിലുള്ള 2 പേർക്ക് കിട്ടിയിരിക്കുന്നത് 83.8ഉം യശിന് കിട്ടിയിരിക്കുന്നത് 88.9ഉം ആണ്. ഓ 89. ദാറ്റ് ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് യശ്. താങ്ക് യു സർ. നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓൾ ഓഫ് യു യു ആർ ഓൾ സേഫ്. Yes. എല്ലാവരും ചെന്ന് ഇരുന്നോളൂ. Congratulations, top 5. കൺഗ്രാറ്റ്സ് ചക്കരകളെ. നിങ്ങൾ തകർക്ക ഉഴപ്പരുത്, ദയവ് ചെയ്ത് ഉഴപ്പരുത്. അതിനുള്ള ഒരു സമയവുമില്ല. അതെ, പ്ലീസ് ഇനി വെറും 2 മാസം. അതെ. അടിച്ചങ്ങ് തകർക്കുക. ഇനിയാണ് റിയൽ കോമ്പറ്റീഷൻ. അത് നിങ്ങൾ കലക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ സില്ലി മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കാതെ. സില്ലി മിസ്റ്റേക്സും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയ്യോ ഇപ്പോഴും ഇത് തന്നെയാണോ പാടിക്കൊണ്ടിരിക്കണേ ചോദിക്കും. ഇനി വരി തെറ്റിക്കലൊന്നും ഇല്ല. ഇല്ല, വരി മറക്കുക, വരി തെറ്റിക്കുക, നത്തിങ്. അപ്പൊ ഈ 6 പേര് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തി. സീക്വൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, പക്ഷെ ഇനി ഇവിടെ നിന്ന് പിന്നോട്ടുള്ളൊരു യാത്രയില്ല, ഇനി മുന്നോട്ട് മാത്രം. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനിഹോ ഈ 6 പേർക്കും നല്ലത് വരുത്തട്ടെ. നല്ല പാട്ടുകൾ പ്രാക്ടീസ് ചെയ്ത് ഫൈനൽസ് വരെ എത്താനുള്ള ശ്രമം, അത് മാത്രം മതി. നമ്മുടെ സൈഡിൽ നിന്ന് ശ്രമം, ബാക്കിയെല്ലാം തരും. താൻ പാതി ദൈവം പാതി. നമ്മൾ പരിശ്രമിക്കുക, പാതി ദൈവം ചെയ്തോളൂ. ഗോഡ് ബ്ലെസ്. പരിശ്രമിക്കുക. ഗോഡ് ബ്ലെസ്. God bless you. All the best. Congratulations. Congratulations, top 5. അങ്ങനെ ടോപ്പ് 5 സെലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. Congratulations once more. ഇനി നമുക്ക് ഡേഞ്ചറസ് സോണിൽ എത്ര പേരാണ് വരുന്നത്, ആരൊക്കെയാണ് ഡേഞ്ചറസ് സോണിൽ എന്നറിയാം. ഡേഞ്ചർ സോൺ. എത്ര പേര് വരും അല്ലേ? ശ്രേയ, ഹന, അശ്വതി, കാർത്തിക, കീർത്തി. ഈ 5 പേരാണ് ഡേഞ്ചർ സോണിലുള്ളത്. ബാക്കി 3 പേരും സേഫാണ്. അർച്ചന, അജൽ, അനഘ. അനഘ സേഫ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. ആക്ച്വലി ഇപ്പോൾ ഈ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 5 പേരിൽ നിന്ന് ഒരാളെ മാത്രം മതി മുമ്പോട്ട് കൊണ്ടുപോകാൻ. ബാക്കി 4 പേരും പോണ്ട ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതാരാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 5 പേരുണ്ട്, അതിൽ ഒരാൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. മാർക്സ് വെച്ച് നോക്കുമ്പോഴും എല്ലാം ഓൾമോസ്റ്റ് സെയിം, ലിറ്റിൽ ഡിഫറൻസ്. പറയൂ, നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. എന്താണ് ഇങ്ങനെ വരാൻ കാര്യം? ഇപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പോലും ഇതിൽ ആരാണ് അകത്തേക്ക് കയറുന്നതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അത് പ്യുവർലി ഓൺ മാർക്സ്. മാർക്സാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് ഒരു നിങ്ങളുടെയൊക്കെ ഒരു നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. മുന്നത്തെ സ്കെഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ സ്കെഡ്യൂള് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ധൈര്യത്തോടെ വന്ന് പാടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു മാറ്റം എന്ന് പറയുന്നത്.
പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുമുണ്ട്. ലിറിക്സിൻ്റെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഈ 24 പേരിൽ നിന്ന് ഈ 14 പേര് ആയി നിൽക്കുമ്പോൾ ഈ ഒരു ആളാവാൻ സാധിച്ചുള്ള ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു ആദ്യം തന്നെ. പിന്നെ എൻ്റെ പാരൻസിനോടും എല്ലാവരോടും ഒരുപാട് താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടുന്ന് പഠിച്ചിട്ടേ ഉള്ളൂ, ഒന്നും അല്ലാതായി പോയിട്ടില്ല. പിന്നെ എപ്പോഴും കരയുന്നൊരു ഒരു ഇതുണ്ട്. യു ആർ എ വെരി ഗുഡ് സിംഗർ. അങ്ങനെ നമ്മൾ മോശമൊന്നുമല്ല. ഉഗ്രം പാട്ടുകാരിയാണ്. നേരത്തെ ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ ആ സമയത്ത് അവിടെ നിന്ന് പാടുമ്പം നമ്മൾ എത്ര പഠിച്ചുകൊണ്ട് വന്നാലും ശരി, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പോയി. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് സങ്കടം വരും. ഇപ്പം എനിക്കാണേലും ഇപ്പം ഞാൻ ഒരു ജഡ്ജായിട്ട് ഇവിടെ ഇരിക്കുന്നു, പക്ഷെ ഒരു പാട്ടുകാരനായിട്ട് അവിടെ നിന്ന് പാടുമ്പം വി ആർ ഓൾ സെയിം. അപ്പോൾ പാടുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് പോണ ആ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു സംഭവം അവതരിപ്പിക്കാൻ പോകുമ്പം അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇതുപോലത്തെ വിഷമം ഉണ്ടാവും. അതുകൊണ്ട് വിഷമിക്കണ്ട, നന്നായിട്ട് തന്നെ പാടി കേട്ടോ, നന്നായിട്ട് തന്നെ പാടി. അല്ല നമ്മൾ കീർത്തി, ഞാൻ വേറൊരു കാര്യം പറയും, നമുക്കൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ പറ്റും. എല്ലാത്തിനും കരയാൻ നിൽക്കരുത്. ഇല്ല സാർ. പിന്നെ അതിനുള്ള നേരമേ കാണത്തുള്ളൂ. ഇല്ല കരച്ചിൽ ഒരു നല്ല പരിപാടിയാണ്. ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം കേട്ടോ. അശ്വതി, 5 പേര് ഡേഞ്ചർ സോണിലാണ്. ഒരാളെ ഞങ്ങൾക്ക്, അതായത് അമൃത TV സൂപ്പർ സ്റ്റാർ സീനിയറിൽ മുമ്പോട്ട് പോകാൻ ഒരാളെ മതി. അവിടെ എങ്ങനെയാണ് അശ്വതി വന്ന് പറ്റിയത്? നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. അറിയില്ല എന്താ പറ്റിയെന്ന്, പക്ഷെ എനിക്ക് എൻ്റെ മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനി അത് ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ. ഇനി ശ്രദ്ധിച്ചിട്ട് കാര്യമുണ്ട്. അല്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാലും ഞാൻ ഇവിടുന്ന് കുറേ പഠിച്ചിട്ടുണ്ട്. അതായത് അത്രയും ബേസ് പാടിയിരുന്ന ഞാനിപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും ആയി എത്തുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് തന്നെയാണ്. എനിക്കറിയാമല്ലോ. അതെ. അപ്പോൾ ഗ്രൂമേഴ്സ് ആയാലും ഇവരെല്ലാവരും ആയാലും കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവരോട് വളരെയധികം നന്ദി പറയണു. സപ്പോസ് എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ സംഗീതം പ്രാക്ടീസ് ചെയ്യൂ, അതോ വിട്ടിട്ട് പിന്നെ ഇതിന്റെ ഒരു ഫെയിം ഉണ്ടല്ലോ ഇപ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. സോർ, ഇവിടുന്ന് പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം സാറിന്റെ ഗാനമേളയിൽ പാടാന്നുള്ളതാ. അല്ലല്ല, ഇനിയിപ്പോ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടും. പിന്നെ അപ്പോഴത്തേക്ക് ഈ സംഗീതം ഇനി എന്തിനു പഠിക്കണം? ഇതാണ് സാധാരണഗതിയിൽ എല്ലാ റിയാലിറ്റി ഷോയിലും സംഭവിച്ചിരിക്കുന്ന ഒരു മെയിൻ കാര്യം. അല്ല, ഞാനിത് ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഇതില്ലാത്തൊരു ഇത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ ഒരിക്കലും പാട്ട് വിടില്ല. അതെൻ്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിരിക്കും കൂടെ. ഓക്കെ, ദെൻ ശ്രേയ ഒരു അസാധ്യ പാട്ടുകാരിയാണ്. എങ്ങനെയാണ് ഈ ലാസ്റ്റ് മൂമെന്റിലൂടെ എത്തി? എങ്ങനെയാണ്? ആദ്യമായിട്ടാണോ ഡേഞ്ചർ സോണില്? എന്താ പറയാ, എന്താണ് പറയുന്നത്? വരാൻ പറ്റിയതിൽ ഭയങ്കര വിഷമമുണ്ട്. എന്തുകൊണ്ടാണ്? നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാട്ട് പാടിയ സമയത്ത് ഓവർ പ്രാക്ടീസ് ചെയ്തിട്ടാ തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പോയി, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, ഇനി തിരുത്താമെന്ന് പറയാനും പറ്റില്ലല്ലോ. ഇല്ല, ഇനി അവസരം കിട്ടിയാലോ? അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. പഠിക്കുന്നുണ്ടോ? പാട്ടല്ല? ഇല്ല സർ. അതർ സ്റ്റഡീസ്? ഇല്ല. ഞാൻ BA മ്യൂസിക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് തീരുമാനം? ഇനി MA ചെയ്യണം. ഗുഡ്. ഹന? എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറയാം. ഞാൻ ഇത്രയും ഞാനൊന്നും പ്രതീക്ഷിച്ച ആളല്ല. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇവിടുത്തെ എല്ലാ ആൾക്കാരോടും, സതീഷ് സാറിനോടും എൻ്റെ പേരൻസിനോടും, എന്നെ ഇത്രയും സ്നേഹിച്ച് എന്നെ വളർത്തിയ വേറെ ആരുമല്ല, നമ്മുടെ ഓഡിയൻസാണ്. അപ്പം അവരുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ജസ്റ്റ് ഒരു ഫെയിമാണ്. അതൊരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കൂടെ അല്ല അത് ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ സ്വയമേയാണ് നമ്മളുടെ ഫെയിം ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് എപ്പോഴും പെർമനൻ്റ് അല്ലല്ലോ, എല്ലാം ടെമ്പററി ആണ്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു നല്ലൊരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല.
എൻ്റെ ഗ്രൂമേഴ്സ് എടുക്കുന്ന എഫേർട്ട്, എന്നെ പഠിപ്പിക്കാൻ എടുക്കുന്ന എഫേർട്ടിൽ എനിക്ക് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ സാർ എനിക്ക് എന്തുകൊണ്ടോ ഇവിടെ എത്തുമ്പോൾ എനിക്ക് സ്റ്റേജിൽ അത് പ്രാക്ടിക്കലി അത് പറ്റുന്നില്ല. പക്ഷേ സാർ ടീച്ചർ, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം സാറിനെ ടീച്ചറിനെ പ്രൗഡാക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇന്നാവുന്ന ഒരാൾ ഞാനൊരു പാറ്റേണിലങ്ങ് പോവാം. അപ്പോൾ ഫൈനലി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതായത് മാർക്കിൻ്റെ ബേസിസിൽ ഒരാളെ കൂടി ഇന്നാക്കാൻ പോവാണ്. 5 പേരുണ്ട്, അതിലൊരാളെ ഇന്നാക്കുകയാണ്. അശ്വതി 83.2 മാർക്സ്. കൺഗ്രാറ്റ്സ് അശ്വതി. ഇനി ബാക്കി നിങ്ങൾ 4 പേരാണ്. അധികം നീട്ടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. കാരണം കൃത്യമായിട്ട് മാർക്ക് അല്ലേ പിന്നെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. എഴുതി വെച്ച് കൃത്യമാണ്, നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് കിട്ടിയത് കൂട്ടി നോക്കാം, അപ്പം മനസ്സിലാവും. 88.9 ആണ് യാഷ്. അവിടുന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 83.2 ആണ് അശ്വതിക്ക്. അശ്വതി അങ്ങനെ സേഫായി. ബട്ട് സേഫായെങ്കിലും വിടരുത്. അടുത്ത കോമ്പറ്റീഷനിലോട്ടുള്ള പാട്ടുകൾ ശ്രദ്ധിച്ച് പഠിച്ച് നല്ല റേഞ്ചൊക്കെ വോയിസിനൊക്കെ വരുത്തണം കേട്ടോ. അടുത്ത 83.1. നേരത്തെ 83.2 ആയിരുന്നു അശ്വതി. 83.1. ആ വ്യക്തിയും കണ്ടിന്യൂ ചെയ്യാണ് ഞങ്ങളുടെ കൂടെ. സേഫാണ്. ദാറ്റ് ഈസ് കീർത്തി. കൺഗ്രാറ്റ്സ് കീർത്തി. ഓൾ ദി ബെസ്റ്റ്. ധൈര്യത്തോടെ പ്രാക്ടീസ് ചെയ്യേണ്ട സമയം കരയാതിരിക്കുക. ഓക്കെ, പ്ലീസ്. ബാക്കി 3 പേരാണ്. 3 പേരിൽ ഒരാൾക്കൂടെ എൻട്രി വരുന്നുണ്ട്. കാരണം ആ ഒരു സെയിം റേഞ്ചിൽ വന്നതുകൊണ്ട്. നെക്സ്റ്റ് ഈസ് 82.7. അത് കിട്ടിയത് ശ്രേയ. കൺഗ്രാറ്റ്സ്. ശ്രേയ സേഫ് ആണ്. ശ്രേയ 82.7. സോ യു ആർ സേഫ്. കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റുലേഷൻസ്. അൺഫോർച്ചുനേറ്റ്ലി, അത്രേ പറയുന്നുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വളരെ ലോ ആയിട്ട് വന്നിരിക്കുകയാണ് ഹനയും കാർത്തിയും. 82.5 ആൻഡ് 79.8. അത് വി കാണ്ട് ഇൻക്ലൂഡ് എന്നുള്ളതാണ് സത്യം ഇവിടുത്തെ തീരുമാനം. നമ്മുടെ കോമ്പറ്റീഷനിന് നമ്മുടെ അമൃത ടി വിയുടെ തീരുമാനം 82.5 ആൻഡ് 79.8. ഹന 82.5, കാർത്തിക 79.8. അൺഫോർച്ചുനേറ്റ്ലി വിഷമമുണ്ട് പറയുന്നതിൽ, ഒരുപാട് വിഷമമുണ്ട്. കാരണം ഹനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചക്കരമുത്താണ്. ഹനയുടെ സംസാരം കേൾക്കാനും, സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എപ്പോഴും ഹനയുടെ സംസാരിക്കുന്ന ആ ഇന്നസെൻസും, പാടുന്നതിലുള്ള ഇന്നസെൻസും, ശബ്ദത്തിലുള്ള ഇന്നസെൻസ്, എല്ലാം കൊണ്ടും യു ആർ എ വെരി ഗുഡ് ഗേൾ. ഇന്നസെന്റ് ഗേൾ വിത്ത് ഇന്നസെന്റ് വോയിസ് ആൻഡ് എന്താണ് തുറന്ന ഒരു മനസ്സ്. കുറെ മിസ് ചെയ്യും മോളെ. ഞങ്ങളെ മിസ് ചെയ്തില്ല, ഞങ്ങൾക്ക് നിന്നെ കുറെ മിസ് ചെയ്യും. അല്ല, നിങ്ങളെ എനിക്ക് മിസ്സാവും. ഈ ഒരു ഇന്നസെൻസ്, ഇതാണ് നിന്റെ പവിത്രത ഇതൊക്കെ പറയുന്നത്, അത് കീപ്പ് ചെയ്യാം. അല്ല, അത് ഭയങ്കര ശരിയാ. കാരണം
ആരുടെയൊക്കെ പെർഫോമൻസ് വരുമ്പോഴും ഹനയുടെ പെർഫോമൻസ് വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു എന്താണ് ഇനി പറയാൻ അതെ അതാണ് പെർഫോമൻസും അത് കഴിഞ്ഞിട്ട് എന്താണ് പറയാൻ പോണെന്നുള്ള പറയാൻ പോകാതെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാതെ വളരെ നിഷ്കളങ്കമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതെ. കാർത്തിക് അതുപോലെ തന്നെ. കാർത്തിക് നല്ല ചക്കരയാണ് നീ. അതെ, നല്ല പെങ്കൊച്ച, നോളജബിൾ ഗേൾ. താങ്ക് യു സാർ. കാർത്തികയ്ക്ക് അത് മാത്രല്ല വേറെ ഒരു കരിയർ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അതെ. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഇവിടെ ഈ ഫ്ലോറിൽ ഇപ്പോൾ വന്നിരിക്കുന്നതിൽ. ആദ്യം തന്നെ അച്ഛനും അമ്മയുടെ അടുത്തും ഞാൻ ഒരുപാട് താങ്ക്സ് പറയണം. എന്ന് വെച്ചാൽ അവർ എന്നെ ഒരു 1-2 സ്റ്റേജെങ്കിലും TV ഫ്ലോറിൽ കൂടെ ഒന്ന് കാണണം എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ മോർ ദാൻ 25 സ്റ്റേജ് ഞാൻ ഇവിടെ പാടി. അപ്പോൾ അവർ ഒരുപാട് ഹാപ്പിയാണ്, അതിൽ ഞാനും ഹാപ്പിയാണ്. പിന്നെ എൻ്റെ ഗുരുക്കന്മാരോട്, ഗ്രൂമേഴ്സിനോട്, പിന്നെ ജഡ്ജസ് എല്ലാവരുടെ ഒരുപാട് താങ്ക്സ്. പറയാനുണ്ടോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരോടും നന്ദി. ഞാൻ ഇനി ഇവിടെ വരും. നമ്മളെപ്പോഴും ഇപ്പൊ പാറു എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്, താൽക്കാലികമായി വിട പറയുന്നു. അതെ, ഈ ഫ്ലോർ നിങ്ങൾക്ക് എപ്പോഴും ഓപ്പൺ ആണ്. അമൃത കുടുംബം നിങ്ങളെ എപ്പോഴും വെൽക്കം ചെയ്യുന്നു. കാരണം ഇവിടുത്തെ ഒരു ഇവന്റ് വരുമ്പോഴും ബാക്കി എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് യു ഷുഡ് കം. കോമ്പറ്റീഷനിൽ നിന്നും ഒന്ന് മാറുന്നു, അത്രേ ഉള്ളൂ. ഹന ഇനി പേടിച്ച് പാടണ്ട, ധൈര്യമായിട്ട് പാടാം. ഇനി മത്സരം ആരും ജഡ്ജ് ചെയ്യുന്നില്ല ഹനേനെ, അതുകൊണ്ട് സന്തോഷമായിട്ട് പാടാം. ഇനി ഇങ്ങനെ ഷൂട്ട് ഡേറ്റ് ഉണ്ടെന്നുള്ള ദിവസം ഹന വന്നോ, നമുക്ക് ഹനാനെ കാണാലോ, സംസാരിക്കാലോ. എനിക്ക് അങ്ങനെ ഇവിടുന്ന് പോവാന്നുള്ളൊരു എനിക്ക് ഇവിടുന്ന് പോവാന്നുള്ളൊരു ഫീൽ ഇല്ല. കാരണം ഇപ്പം നമ്മുടെ പ്രോഗ്രാം ഓവർ കഴിയാറായി. പിന്നെന്താ ഇത്രയും നിന്നില്ലേ? ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം ഹന അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പോ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ പ്രീ ക്വാർട്ടർ സ്കെഡ്യൂളിൽ നിൽക്കുമ്പോൾ നമ്മളെ തൽക്കാലം നമ്മൾ ഈ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഹന ആൻഡ് കാർത്തിക. പക്ഷേ ബ്രില്യൻറ്റ് സിംഗേഴ്സ് ആണ് നിങ്ങളുടെ. ഇനിയിപ്പോൾ ഇതൊക്കെ മാറിപ്പോൾ ചേച്ചി പറഞ്ഞ ടെൻഷനൊക്കെ മാറി. ഇനി ഞങ്ങൾ അടിച്ച് പൊളിച്ച് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സ്റ്റേജസ് വരാൻ പോവാണ്. ഓൾറെഡി 2 സിനിമയിൽ പാടി നമ്മുടെ ഹന. അതെ, നിങ്ങൾക്കൊക്കെ കാരണം ഇപ്പോഴത്തെ കാലമാണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പം ഇന്ന് ഷിബാസ്, എൻ്റെ മേക്കപ്പ് മാൻ, അംശം എന്ന് പറഞ്ഞൊരു പാട്ട് എനിക്ക് മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. അതൊരു സിനിമാ സോങ് പോലും അല്ല. അപ്പം അങ്ങനെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. 100,000 കാര്യങ്ങൾ ചെയ്യാം, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഹനയ്ക്കും കാർത്തികയ്ക്കും മെമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ ജഡ്ജസ് പൈസ, മെമെന്റോ, സർട്ടിഫിക്കറ്റ് ആൻഡ് ക്യാഷ് പ്രൈസ്. ഓക്കെ, MG സാർ, മെമെന്റോ. ആ 3 പേർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കണ്ടേ? ടോപ്പ് 1 യശ്, സെക്കൻഡ് സ്നേഹ ആൻഡ് തേർഡ് തേജസ്. അപ്പോൾ കാർത്തിക ആൻഡ് ഹന, ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിക്കുക. ഓക്കെ, ഇവിടെ എപ്പോഴും വരണം. ഓക്കെ, ഇനി അമൃതവേണിയുടെ പണപ്പെട്ടി കൊടുക്കണ്ടേ? അങ്ങനെ ഒരു കാര്യം ബാക്കിയുണ്ടല്ലോ. മാജിക് പീസ് വാ. കഴിഞ്ഞ 2 തവണ
മിസ്റ്റിക് രാഗാസ് മാജിക് ബീറ്റ്സിന് പണപ്പെട്ടി തന്നു. ഇത്തവണ ഈ അമൃത് വേണിയുടെ പണപ്പെട്ടി മാജിക് ബീറ്റ്സ് മിസ്റ്റിക് രാഗാസിനങ്ങ് കൊടുത്തേക്ക്. ഇനി ഉക്കിലേലെ ആർക്കാ കൊടുക്കാറ് എപ്പോഴും നമ്മള്? ടോപ്പ് 1 ഓൾറെഡി ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോയി വെച്ചതാണ്. ഇതിപ്പോ രണ്ടാമത്തെ ഉക്കുലേലയും കൂടെ കൊണ്ടുപോവാണ് നമ്മുടെ യശ്. യശ് യുക്കിലേലെ കട തുടങ്ങും ബോംബെക്ക്. ഓക്കെ, അപ്പോ ഇന്നായിട്ടുള്ള എല്ലാവരും പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ജഡ്ജസ് പറഞ്ഞ പോലെ തന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി നമ്മൾ ക്വാർട്ടറിലേക്കാണ് പോകുന്നത്. അപ്പൊ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദി ഇനി ക്വാർട്ടറിലേക്ക് കയറുകയാണ്. ഇനി വെറും 2 മാസത്തെ ജേർണിയാണ്. അതോടെ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇനി അടുത്ത സ്കെഡ്യൂളിൽ കാണാം ക്വാർട്ടറിലെ. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.